അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ, മുത്തിന് ഫോട്ടോ എടുക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എവിടെ പോവാ? ഫോട്ടോ എടുക്കാൻ എല്ലാം മൂക്കിൻ്റെ അറ്റത്തെത്തുമ്പോഴേ പറയത്തോളൂ. ഫോട്ടോ ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ടല്ലേ പറഞ്ഞ. ഫോട്ടോ എടുത്തതായിരുന്നു, അത് കളഞ്ഞു പോയി. എല്ലാം ബാഗിൽ കിടന്ന് ചീത്തയായി പോയി. ഫോട്ടോയിലെല്ലാം മഷിയായി. അങ്ങനെ ഞാൻ എടുത്ത് കളഞ്ഞു. ഞങ്ങക്ക് വണ്ടി ഇല്ല കേട്ടോ, വണ്ടി കംപ്ലൈന്റ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കിക്കർ അടിച്ചാലേ സ്റ്റാർട്ട് ആവത്തോളം. പിന്നെ ഞാൻ വെച്ച് എപ്പോഴും കാർ എടുത്താൽ ശരിയാകത്തില്ല, കുറച്ച് നടക്കണമല്ല. പിന്നെ അപ്പുറം പോവാൻ കാർ എന്തിനാ? അത് പറഞ്ഞാൽ മുത്ത് പേടിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ ഒരുങ്ങിയൊക്കെയാ വന്ന ഫോട്ടോ എടുക്കാൻ. കാരണം ഈ ഫോട്ടോ ആയിരിക്കും ഇനി അങ്ങോട്ട് എന്റെ എല്ലാത്തിലും ഉള്ളത്. അമ്മു വന്നെന്ന് തോന്നുന്നു. അമ്മുന്റെ ട്രെയിൻ വന്ന് ടീ ഫാക്ടറി തിരിച്ചു വന്ന ചായ കുടിച്ചാലോ? ഇല്ല, കറണ്ട് പോയി ഗൈസ്. ഇതാണ് ടീ ഫാക്ടറി. ഇവിടെ ഫുള്ള് കോളേജ് പിള്ളേരെ എപ്പോഴും. ഇപ്പൊ ഗൈസ് ഇതുകൊണ്ട് അമ്മുക്കുട്ടി വന്നു ഗൈസ്. ഇതുകൊണ്ട് ഗൈസ് അമ്മുക്കുട്ടി, ഇതുകൊണ്ട് ഗൈസ് അമ്മുക്കുട്ടി വന്നു ഗൈസ്. ജോലി കഴിഞ്ഞ് വന്നു ഗൈസ്. അമ്മുക്കുട്ടി വന്നു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? വളരെ നല്ല ദിവസമാണ്. അവൾ ട്രെയിനിൽ നല്ലപോലെ ഉറങ്ങി എന്നാണ് പറയുന്നത്. ബാഗ് പിടിക്കണോ? ആ ലോറിയുടെ അടിക്ക് പോയത് കാല് സ്ലിപ്പായി നൊമ്പ്. ഇവിടെ ബാഗ് പിടിക്കണോന്ന് ചോദിച്ചാ ഞാനങ്ങ് വീഴാൻ പോയി. പിടിക്കണോ ബാഗ്? ഓക്കെ. ഓ, ഇതാരടി? ഡാഡിയാണോ? ഇടയ്ക്ക് പപ്പ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോ വേണ്ട വേണ്ട, അതേ ഒരു ഒരിക്കലല്ല അമ്മുക്കുട്ടി അതേപോലെ ഇടയ്ക്ക്. ചിലപ്പോ പപ്പ തന്നെ അത് ആണ്. ചില സമയം അമ്മുക്കുട്ടി കറക്റ്റ് പപ്പയാവും. അമ്മ ആണോ അല്ലയോ? ആണ്. അല്ല ആണോ അമ്മ? ആണ്. ഓക്കെ ബൈ ഗൈസ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കൈ കഴിക്കുന്ന വീഡിയോ പിടിച്ച് അങ്ങനെ നമ്മൾ കരിക്കോട് ചന്തയ്ക്കകത്ത് വന്ന് അതിൻ്റെ അകത്ത് ആ ഫോട്ടോ എടുക്കുന്ന പ്രേം സ്റ്റുഡിയോ. പ്രേമല്ലല്ലോ, എന്തുവാണ് പ്രോം സ്റ്റുഡിയോ. നമ്മൾ ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ലൈറ്റ് ഇല്ലേ? കണ്ടില്ലേ? കറണ്ടില്ല. എന്താണ് ഇത്? സർട്ടിഫിക്കറ്റിനത് കൊടുക്കാനില്ലേ? നമ്മൾ ആ ഫോട്ടോ കടയിൽ നിന്ന് ഇറങ്ങി. അവിടുത്തെ ക്യാമറക്ക് എന്തോ ഫോട്ടോ സ്റ്റുഡിയോ വയലെങ്ങനെ വന്ന്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ ക്യാമറക്ക് എന്തോ അങ്ങോട്ടെ. അവിടുത്തെ ക്യാമറയ്ക്ക് എന്തോ കവ്വേ തിരിച്ചു വരുമ്പോ കയറാം. അവിടുത്തെ ക്യാമറയ്ക്ക് എന്തോ കുഴപ്പം. അതുകൊണ്ട് നമ്മൾ TK കോളേജിൻ്റെ അടുത്തുള്ള ഫോട്ടോ സ്റ്റുഡിയോയിൽ പോവുകയാണ്. ഇവള് പറയുന്നത് എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന്. ഞാനായിട്ടാണ് ഗൈസ് സംസാരിക്കുന്നത്. എണീച്ചങ്ങോട്ട് പിന്നെ ഉണ്ടാ
നടക്കട്ടെ. അവള് ബാഗ് ഇപ്പൊ ഞാൻ ചുമക്കുന്നു. നിന്നെ ഞാനല്ലല്ലോ വിളിച്ചു വരുത്തിയ, അമ്മയല്ലേ. വേണ്ട, നമുക്ക് ലവ് ഷുഗറിൽ കയറാടി. നമുക്ക് ലവ് ഷുഗറിൽ കയറാം. ലവ് ഷുഗറിൽ കയറാടി. ഞാനും അമ്മ ഒരു ദിവസം വന്നാ. അയ്യോ എന്തുവാ. അപ്പം ഗൈസ്, ഞങ്ങളങ്ങനെ TK കോളേജിൻ്റെ അടുത്തോട്ട് സ്റ്റുഡിയോ നോക്കി പോയി. പക്ഷെ സ്റ്റുഡിയോ ഉണ്ട് അവിടെ, പക്ഷെ സ്റ്റുഡിയോ ക്ലോസ് ആക്കി, നേരത്തെ അടച്ച്. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്ന് അപ്പം അമ്മു പറഞ്ഞൊരു കടയിൽ കയറി സർബത്ത് കുടിക്കാനായിട്ട്. അപ്പം ഞാനൊരു സർബത്തും അമ്മു അമ്മയും ഷാർജയുമാണ് വാങ്ങിച്ചത്. കസ്കസ് ഒന്നും ഇടാത്ത സർബത്ത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ എന്തോ ഒരു വേറെ ടേസ്റ്റ്. എന്തായാലും പിന്നെ അങ്ങ് കുടിച്ച്, വാങ്ങിച്ച സാധനം കളയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഭയങ്കര മഴ. ഞങ്ങളിവിടെ ഒരു കടയിൽ, ആ സർബത്ത് കുടിച്ച കടയിൽ തന്നെ നിൽക്കുക, മഴ പെയ്തുകൊണ്ട്. കണ്ട മഴ കാണിച്ചു തരാം. നല്ല മഴയാ, നല്ല മഴ. നനഞ്ഞങ്ങ് പോവാൻ വാ. പിന്നെ കാരണമായത് കാറെടുക്കാൻ എന്ത്, പിന്നെ അവിടെ കരിക്കോടോട്ട് വരുന്നതിന് അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മഴയുടെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. പിന്നെ ലക്ഷണം കാണിച്ചിട്ടാ മഴ വരുന്നത്. കിട്ടുക എന്തിനാ? നമ്മള് ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ വീട്ടിലോട്ട് നടക്കുക. എത്ര മണിയായി? എത്ര മണിയായെന്ന്? 8:20. നമ്മള് 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. മഴ പെയ്ത് അങ്ങനെ കേറി നിന്ന്. നമ്മൾ ആദ്യം കേറിയ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ തന്നെ, സ്റ്റുഡിയോയിൽ തന്നെ പോയാ ഫോട്ടോ എടുക്കാൻ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം. പിന്നെ ബുക്കൊക്കെ മേടിക്കാൻ കയറി. അയ്യോ അവരമ്മയും മക്കളും അവിടെ ടീംസ്. നമ്മൾ പാവം. വീട്ടിൽ വന്നു. പ്രതീക്ഷിക്കാത്ത ഒരു മഴയൊക്കെ പെയ്ത് അവിടെ നിൽക്കും. അയ്യോ, മുത്തുക്കിളിയുടെ ഫോട്ടോ. എന്തുവാ വളിച്ച ചിരി. ഇതെന്തും ക്ലിയർ അല്ലല്ലോ. ഇവിടെ കുക്കിംഗ്. സരസു സേ ഹായ്. ഹായ് പറ. ലുക്ക സേ ഹായ്. ലുക്ക ഹായ്. ലൂക്ക അടുക്കളയിൽ ആളുണ്ടെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും. അമ്മ എന്തിനുണ്ടാക്കാൻ പോന്നെ? ചപ്പാത്തി. രാവിലെ ഇവിടുമാര് നിങ്ങൾക്ക് ഇന്നൊരു കാര്യം അറിയണം. എനിക്ക് രാവിലെ ഒന്നും തരാതെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട്. പിന്നെ 8 മണി വരെ കിടന്ന് ഉറങ്ങുന്നതാ. ടീച്ചർ കേൾക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ എണീക്കാൻ താമസിച്ച്. സാധാരണ എന്നെ അമ്മ വിളിക്കുന്നയാ. അമ്മ വിളിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ച സമയമായില്ല, അമ്മ വിളിക്കുമ്പോ എണീക്കാന്ന്. അമ്മ വിളിച്ചില്ല. അങ്ങനെ അമ്മ വന്ന് ബഹളം വെക്കുന്നു, സമയമായി, ഇത്ര നേരം കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ ഒരുങ്ങി വന്നപ്പോ എൻ്റെ അടുത്ത് ഇത്ര ഉള്ളൊരു ഗ്ലാസ്സിൽ ഇത്രയും പാല് തന്നിട്ട് പറയാ, ഇത് കുടിച്ചിട്ട് ഉച്ചയ്ക്ക് തിന്നാ മതിയെന്ന്. ഇനി ഞാൻ ഇത്ര ഉള്ള ഒരു ഗ്ലാസ് 8 മണിക്ക് കുടിച്ചിറങ്ങിയിട്ട് 12:30 വരെ വിശന്നിരുന്നു. അതുകൊണ്ട് ഞാൻ മൊത്തം ചോറും ഒരിച്ചിരി കറി പോലും ഇല്ലാതെ ഞാൻ തിന്നിട്ടാ വന്നെ. വിശന്ന് എനിക്ക്. പക്ഷെ ഇന്നത്തെ കറിയെല്ലാം സൂപ്പറായിരുന്നു. മത്തങ്ങ എരിശ്ശേരി ഉണ്ടായിരുന്നു. നില്ല് സരസ്വതി. മത്തങ്ങ അരിശ്ശേരി ഉണ്ടായിരുന്നു. നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു. 2 മീൻ വറുത്ത ഉണ്ടായിരുന്നു. ഇത്രയല്ലേ തന്നോളമ്മ? ഇത്രയും തന്ന്. പിന്നെ മാളു എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരി മിഥില, അവള് ലൗലോലിക്ക് കൊണ്ടുവന്ന്. കുരിപ്പ് ലൗലോലിക്ക് കൊണ്ടുവന്ന്.
മൂക്കിലേ വരുത്തോള്. ഇങ്ങനെ നോക്കുമ്പോ കുരിപ്പ് പൊട്ടിയിരിക്കുന്നതൊക്കെ തോന്നും ചോരയായിട്ട്. ഇനി അമ്മ ഇത് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കണം. ഓക്കെ, കഴിക്കാൻ നിന്റെ ഉത്തരവാദിത്തം ഇച്ചിരി കടുപ്പമാമത്തെ. നീ എങ്ങനെയെങ്കിലും ഒന്ന് അറിഞ്ഞ് പഠിക്കാൻ ഇറങ്ങി പോയാ മതി. ഞാനേ അമ്മ ക്ലാസ്സിലിരുന്ന് എന്റെ ക്ലാസ്സിലിരുന്ന് ചുമ്മാ പോയൊന്ന് ഉറക്കമാണ് ക്ലാസ്സിനകത്ത്. ഞാൻ എല്ലാ ക്ലാസ് ഉറങ്ങിയില്ല. ബുക്കിൽ നിന്ന് അങ്ങോട്ട് തറയിൽ വീണാന്ന്. രാവിലെ പോകുമ്പോ ഇനി ഒരു ഫോമും കൂടെ എടുത്തോണ്ട് ഫോം കളഞ്ഞു പോയി ഗൈസ്. ഇനി ഒരു ഫോമും കൂടെ എടുത്ത് ഫില്ല് ചെയ്തുകൊണ്ട് കൊടുക്കണം. അപ്പൊ ഗൈസ് ഇനി കഴിക്കാനായിട്ട് ദാണ്ട പൂരിക്കും ചപ്പാത്തിക്കും വേണ്ടി അമ്മ പരത്തിയിട്ടേക്കുന്നു. ദാണ്ട കിഴങ്ങ് കറി. എന്തേ ഇതെന്തുമായി അടുക്കളയില് നോക്ക്. ഒരു പേടിയും ഇല്ല, അനുസരണയും ഇല്ല, അടി കൊടുത്ത നാണവും ഇല്ല. കൊഞ്ചിച്ച് വഷളാക്കി അങ്ങ് പൊക്കണം. ഗൈസ് കണ്ട അമ്മ പൂരി ചുടുന്നു. അല്ല പൊരിക്കുന്നു. എല്ലാം മുറ്റത്തിലെ തല പിടിച്ചാ ഫോമിന് ഇനി എന്താ ചെയ്യുമോ? എന്റെ അടുത്ത് ഞാൻ ചൂട് കമ്പിയായിരിക്കുന്നല്ലേ പറഞ്ഞേക്കുന്നു. നമ്മുടെ പൂരി ഈസ് റെഡി. സാന്ദ്ര കുളിച്ചിറങ്ങി. പൂരി തിന്നാൻ റെഡിയല്ലേ? അമ്മ വാ. അങ്ങനെ ഉണ്ടാവും കുട്ടി. അവള് എൻ്റെ അടുത്ത് പറഞ്ഞ അവൾക്ക് സ്നേഹം എൻ്റെ അടുത്ത്. നീയും കഴിയടിയെന്ന്. അവന് കഴിക്കാം. അവള് കഴിക്കുന്ന കണ്ടാലേ എൻ്റെ വയറ് നിറയും. അമ്മക്കുട്ടി ഫോം കളഞ്ഞു പോയടി. എൻ്റെ മക്കൾക്ക് ഏത്തയ്ക്കാൻ മതിയോടി. ശരിയെന്നാ കഴിച്ചിട്ട് വരാം ഗൈസ്. ഇവിടെയും വന്ന് നടക്കുക അഹങ്കാരി. അമ്മ എന്താ തിന്നു കുഴഞ്ഞാന്ന്. അമ്മൂന്റെ ഇഷ്ട പലഹാരങ്ങളാ ഇതൊക്കെ. ഇല്ല, കട്ട് ചെയ്യാൻ പറയുന്നത്. ചപ്പാത്തി, പൂരി, ഇടിയപ്പം, കിഴങ്ങറി ഇതൊക്കെയാണ് ഫേവറേറ്റ് ഫുഡ്. ഇത് പിന്നെ KFC. ഗൈസ് പൂരിയൊക്കെ കഴിച്ചിട്ട് മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടിയിട്ട് ഇനി കിടക്കാൻ പോവാണ്. നാളെ രാവിലെ ഇനി ട്യൂഷനുണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോകണം. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടേ വരത്തോളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ